Hi all, so welcome to XandY Learning. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് RMO 2019 പേപ്പറിലെ തേർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത്. ലെറ്റ് എ ബി സി ബി പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ഓക്കെ സച്ച് ദാറ്റ് എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം നമുക്ക് നോക്കാം. സോ ഇവിടെ ഒരു എ ക്യൂബും ബി ക്യൂബും സി ക്യൂബും ഒക്കെ കാണുന്നുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു 1 ആണ്. എന്നാൽ നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് ഇതെന്താ സംഭവം നോക്കാം. ഇതിന് നമുക്ക് ഓരോന്നിനും മാറ്റി എഴുതാം. എന്നിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് മൊത്തത്തിൽ നമുക്ക് വേറെ രീതിയിൽ ഫോംസിലേക്ക് എത്തിക്കാം. സോ എ സ്ക്വയർ പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് അതിന് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. എ സ്ക്വയർ ഇൻറ്റു 1 ആണ് സംഭവം. ആ 1ന് പകരം ഞാൻ എ പ്ലസ് ബി പ്ലസ് സി ഇടാൻ പോവാം. സോ എ സ്ക്വയർ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി, കാരണം 1 എന്ന് വെച്ചാൽ എ പ്ലസ് ബി പ്ലസ് സി ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്തായിട്ട് എ സ്ക്വയർ ഇൻറ്റു എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് പ്ലസ് എ സ്ക്വയർ ഇൻറ്റു ബി പ്ലസ് എ സ്ക്വയർ ഇൻറ്റു സി വരും. ഓക്കെ, ഇതിന് മാത്രമേ ഞാൻ ഒന്ന് ഫസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അരിത്തമെറ്റിക് മീൻ ഗ്രേറ്റർ ദാൻ ജോമെട്രിക് മീൻ എന്നുള്ള ഒരു ഇനീക്വാളിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് ബൈ 3 എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂബ് റൂട്ട് ഓഫ് എ ക്യൂബ് ഇൻറ്റു ബി ക്യൂബ് ഇൻറ്റു സി ക്യൂബ് പ്രൊവൈഡഡ് ദാറ്റ് എ ബി സി ആർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ പ്ലസ് 1 പഠിക്കുക. പക്ഷേ 3 നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ അവരുടെ അരിത്തമെറ്റിക് മീൻ എന്ന് വെച്ചാൽ ഇതാണ് അരിത്തമെറ്റിക് മീൻ എന്ന് വെച്ചാൽ ആവറേജ് എന്ന് വെച്ചാൽ ജോമെട്രിക് മീനിനെ കാട്ടിയും വലുതായിരിക്കും. യെസ്, അതിൻ്റെ മീനിങ് എന്താ? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് ഡിവൈഡഡ് ബൈ 3 എന്ന് വെച്ചാൽ ക്യൂബ് റൂട്ട് ഓഫ് എ ക്യൂബ് ബി ക്യൂബ് സി ക്യൂബ് എന്ന് വെച്ചാൽ നമുക്കറിയാം അത് എ ബി സി ആണ്. സോ അതിൻ്റെ മീനിങ് എന്താ? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും 3abc കാട്ടിയും വലുതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം പറയാൻ പറ്റും. ഇവിടെ നമ്മൾ ഈ ഒരു സംഭവമാണ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. സോ നമുക്കൊരു കാര്യം പറയാൻ പറ്റും. എ സ്ക്വയർ പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് എന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ ഇതാണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3abc പ്ലസ് എ സ്ക്വയർ ബി പ്ലസ് എ സ്ക്വയർ സി എന്നതാണ്. ഓക്കെ, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് സി ക്യൂബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാല്യൂ ആണ്. ഈ ഒരു വാല്യൂവിൽ ഇതെന്ന് വെച്ചാൽ 3abc വലുതാണെന്ന് അറിയാം. സോ അതിനെ നമുക്ക് 3abc കൊണ്ട് റീപ്ലേസ് ചെയ്താൽ ഇതായിരിക്കും വലുതായിരിക്കും. ഈ ഒരു ഇക്വേഷനിൽ ഇതിനെ ഞാൻ ഇതുകൊണ്ട് റീപ്ലേസ് ചെയ്തു. അത് മാത്രമാണ് സംഭവിച്ചത്. ഇനി നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സിന് നമുക്ക് മാറ്റി എഴുതാം. ഈ സംഭവം കണ്ടില്ലേ, ഇനി നമുക്ക് എ ബൈ ഈ സംഭവം എഴുതാം. സോ ഇതിനങ്ങ് നേരെ റെസിപ്രോക്കൽ എടുത്താൽ 1 ബൈ എ സ്ക്വയർ പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് എടുത്താൽ നമുക്ക് ഈ ഇനീക്വാളിറ്റി അങ്ങ് റിവേഴ്സ് ആകും. കാരണം നമുക്കറിയാം റെസിപ്രോക്കൽ എടുത്താൽ ഇനീക്വാളിറ്റി റിവേഴ്സ് ആകും എന്നറിയാം. സോ 3abc 1 ബൈ 3abc പ്ലസ് എ സ്ക്വയർ ബി പ്ലസ് എ സ്ക്വയർ സി. ഇനി നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് ഇതാണ് കിട്ടേണ്ടത്. അപ്പം നമ്മൾ മേലെ താഴെ ഒരു എ കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എന്തായി മാറും ഈ ഒരു സംഭവം? ഡിനോമിനേറ്ററിലുള്ള എല്ലാ എയും എടുത്തുകൊണ്ട് ഈ എനോട് അങ്ങ് കട്ടായി പോവും. അപ്പം നമുക്ക് സംഭവം കിട്ടും 1 ബൈ 3bc പ്ലസ് എ ബി പ്ലസ് എ സി. സോ ഇതായിരിക്കും സംഭവം. നമുക്കിതിനൊന്ന് മാറ്റി എഴുതാം. യെസ്, എ ബൈ എ സ്ക്വയർ പ്ലസ് ബി ക്യൂബ് പ്ലസ് സി ക്യൂബ് എന്ന് വെച്ചാൽ എന്തിനെക്കാട്ടി ചെറുതായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ 3bc പ്ലസ് എ ബി പ്ലസ് എ സി. 3bc പ്ലസ് എ ബി പ്ലസ് എ സി. ഓക്കെ, ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമുണ്ട്. സോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും എം ഗ്രേറ്റർ ദാൻ HM ഇനീക്വാളിറ്റി. ഓക്കെ, സോ അരിത്തമെറ്റിക് മീൻ എന്ന് വെച്ചാൽ ജോമെട്രിക് മീനിനെക്കാട്ടും വലുതാണ്. ഇറ്റ്സ് ഓൾസോ ഗ്രേറ്റർ ദാൻ ഹാർമോണിക് മീൻ. ഓക്കെ, സോ എം ഗ്രേറ്റർ ദാൻ HM എന്നുള്ള ഇനീക്വാളിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് 2 നമ്പേഴ്സ് ഉണ്ട്. 2 നമ്പേഴ്സിൻ്റെ അരിത്തമെറ്റിക് മീൻ എന്ന് വെച്ചാൽ
അതിൻ്റെ ഹാർമോണിക് മീനിനെക്കാട്ടിയും വലുതായിരിക്കും. ഓക്കെ, ഇത് രണ്ട് നമ്പേഴ്സിൻ്റെ കേസാണ്. ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ നമ്പേഴ്സ് എടുക്കാൻ പോകാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന നമ്പർ എന്താണെന്ന് വെച്ചാൽ ഈ 3ABC ഇല്ലേ, അതിന് നമ്മൾ 3BC ഇല്ലേ, അതിന് BC പ്ലസ് BC പ്ലസ് BC ചെയ്താൽ മതി. എന്ന് വെച്ചാൽ അതിന് 5 നമ്പർ ഉണ്ടായിരിക്കും. ഇവിടെ 3 നമ്പർ ഉണ്ടായിരിക്കും, ഇവിടെ 5 നമ്പർ ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ എഴുതാൻ പറ്റും. സോ ഇതെന്തായിരിക്കും? 3 നമ്പേഴ്സാണ്, 5 നമ്പേഴ്സാണ് ഇവിടെ ഉണ്ടായിരിക്കുക. BC 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 AB AC. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം പറയാൻ പറ്റും, ഇതിനെ 5 എണ്ണത്തിനും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3BC പ്ലസ് AB പ്ലസ് AC ബൈ 5. സോറി, ഇതാണ് അവരുടെ അരിത്മെറ്റിക് മീൻ വരാൻ പോകുന്നത്. അത് എന്തിനെക്കാട്ടിയും വലുതായിരിക്കും? ഹാർമോണിക് മീനിനെക്കാട്ടിയും വലുതായിരിക്കും. എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ ഹാർമോണിക് മീൻ എന്ന് വെച്ചാൽ 5 ഡിവൈഡഡ് ബൈ 1/BC പ്ലസ് 1/BC പ്ലസ് 1/BC പ്ലസ് 1/AB പ്ലസ് 1/AC. ആ 3 1/BC ഉണ്ട്, അതിന് ഞാൻ എല്ലാത്തിനും കൂടി ഒറ്റ സംഭവമാക്കി എഴുതാൻ പോവാണ്. അപ്പോൾ അത് 3/BC ആവും പ്ലസ് 1/AB പ്ലസ് 1/AC. ഓക്കെ, സോ ഇനി ഞാൻ ഇതിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ക്രോസ് മൾട്ടിപ്ലൈ ഈ 5 ഇങ്ങോട്ട് എടുക്കാൻ പോവാണ്, എന്നിട്ടൊന്ന് തിരിച്ചിടാൻ പോവാം. സോ 3BC പ്ലസ് AB പ്ലസ് AC എന്ന് വെച്ചാൽ വിൽ ബി ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? 25/3/BC പ്ലസ് 1/AB പ്ലസ് 1/AC. ഇനി ഇതിനൊന്ന് എന്ത് ചെയ്യുക? റെസിപ്രോക്കൽ എടുക്കുക. സോ 1/3BC പ്ലസ് AB പ്ലസ് AC എന്ന് വെച്ചാൽ ഇനീക്വാളിറ്റി റിവേഴ്സ് ആവും. എന്തായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്? അത് 3/BC. ഓക്കെ, ഈ ഒരു വാല്യൂൻ്റെ നേരെ റെസിപ്രോക്കൽ ആയിരിക്കും. അതാണ് ഞാൻ അടുത്തൊരു പേജിൽ എഴുതാം. സോ 1/3BC പ്ലസ് AB പ്ലസ് AC എന്ന് വെച്ചാൽ ഇവിടെ ഇനീക്വാളിറ്റി ഗ്രേറ്റർ ദാൻ ആയിരുന്നു. സോ മറ്റടുത്ത് ലെസ് ദാൻ ആവും, കാരണം റെസിപ്രോക്കൽ എടുത്താൽ ഇനീക്വാളിറ്റിയും റിവേഴ്സ് ആവും. ഓക്കെ, ഇവിടെ എന്താ വരിക? നേരെ തിരിയും. 3/BC പ്ലസ് 1/AC പ്ലസ് 1/AB അല്ലേ? യെസ്, ഡിവൈഡഡ് ബൈ 25. ഓക്കെ, സോ എന്താണ് ഈ ഒരു വാല്യൂ എന്ന് വെച്ചാൽ ഇതിനെക്കാട്ടിയും ചെറുതാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു A/A² പ്ലസ് AQ പ്ലസ് EQ എന്ന് വെച്ചാൽ ഇതിനെക്കാട്ടിയും ചെറുതാണ്. സോ ഇതെന്തിനെക്കാട്ടിയും ചെറുതാണ്? ഇതിനേക്കാളും ചെറുതാണ്. അപ്പോൾ നമുക്കൊരു കാര്യം പറയാൻ പറ്റും, ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ എന്തിനേക്കാളും ചെറുതായിരിക്കും? ഇതിനേക്കാളും ചെറുതായിരിക്കും. സോ A/A² പ്ലസ് BQ പ്ലസ് C³ എന്ന് വെച്ചാൽ എന്തിനേക്കാളും ചെറുതായിരിക്കും? വിൽ ബി ലെസ് ദാൻ 3BC പ്ലസ് 1/AC പ്ലസ് 1/AB ഡിവൈഡഡ് ബൈ 25. എന്നാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള വാല്യൂസും കണ്ടുപിടിക്കാം. ഇതിൻ്റെ സംഭവമാണ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സംഭവം എന്തായിരിക്കും? സിമിലർ ആയിട്ടുള്ള വാല്യൂസ് നമുക്ക് നോക്കിയാൽ മതി. B/B² പ്ലസ് BQ പ്ലസ് C³ അതെന്ന് വെച്ചാൽ എന്തിനേക്കാളും ചെറുതായിരിക്കും? സോ ഇവിടെ നോക്കുക, ആ ഒരു റിലേഷൻ മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഇവിടെ A ആയിരുന്നപ്പോൾ ഇവിടെ BC ആണ്. സോ ഇവിടെ നോക്കുക, 3 ഡിവൈഡ് ബൈ ഇവിടെ B ആയിരുന്നപ്പോൾ നമുക്കിവിടെ AC ഇടാം. പ്ലസ് 1/BC പ്ലസ് 1/AB ഡിവൈഡ് ബൈ 25. അങ്ങനെയാണെങ്കിൽ C/C² പ്ലസ് BQ പ്ലസ് C³ എന്തിനേക്കാളും ചെറുതായിരിക്കും? സോ 3/AB, ഇവിടെ C ആയതുകൊണ്ട് ഇവിടെ AB ആയിരിക്കും. നേരെ പാറ്റേൺ മാത്രം നമ്മൾ റെക്കഗ്നൈസ് ചെയ്താൽ മതി. പ്ലസ് 1/AC പ്ലസ് 1/BC ഡിവൈഡഡ് ബൈ 25. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ 3 കൂടി അങ്ങ് ആഡ് ചെയ്താൽ മതി. ഈ 3 ആഡ് ചെയ്താൽ ഈ 3 റൈറ്റ് ഹാൻഡ് സൈഡിലും ആഡ് അപ്പ് ആവും. ഓക്കെ, സോ ആ 3 നമുക്ക് നേരെ അങ്ങ് ആഡ് ചെയ്യാം. സോ ഇത് മൊത്തം ആഡ് ചെയ്തതിന് ഞാൻ നേരെ LHS എന്ന് ഇടാൻ പോവാണ്. സോ ഈ 3 ആഡ് ചെയ്താണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഉള്ളത്. അതിന് ഞാൻ LHS എന്ന് മാത്രം എഴുതാൻ പോവാം. സോ LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും? ഈ 3 കൂടി ആഡ് ചെയ്യാം. എല്ലാത്തിനും ഡിവൈഡഡ് ബൈ 25 ഉണ്ട്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ അങ്ങ് ഡിവൈഡ് ബൈ 25 ഇടാം. യെസ്, സോ ഇവിടെ എന്താ ഉള്ളത്? ഫസ്റ്റുള്ള 3/BC പ്ലസ് 1/AC പ്ലസ് 1/AB പ്ലസ് അടുത്ത് എന്താ വരാൻ പോവാം?
3 by AC plus 1 by BC plus 1 by AB. One by BC. അടുത്തത് വരാൻ പോകുന്നത് 3 by AB plus 1 by AC plus 1 by BC. ഇനി ഇവിടെ കോമൺ ടേംസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ ഒരു 3 by BC ഉണ്ട്, ഇവിടെ 1 by BC ഉണ്ട്, ഇവിടെ 1 by BC ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി 5 by BC ആവും. സോ LHS less than or equal to 5 by BC. ഇനി ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ 1 by AC ഉണ്ട്, ഇവിടെ 3 by AC ഉണ്ട്, ഇവിടെ ഒരു 1 by AC ഉണ്ട്. സോ 5 by AC വരും. അടുത്തതും സിമിലർ ആയിരിക്കും, അത് 5 by AB വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? യെസ്, ഇത് ഡിവൈഡഡ് ബൈ 25 അതുപോലെ തന്നെ ഉണ്ട്. 5 മൊത്തം കോമൺ എടുത്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, ഡിവൈഡ് ചെയ്താൽ 5 ഇൻറ്റു 1 by BC പ്ലസ് 1 by AC പ്ലസ് 1 by AB എന്തായിരിക്കും? ഡിവൈഡ് ബൈ 25 ചെയ്താൽ നമുക്ക് ഇത് രണ്ട് കട്ടായി പോകും. ഇവിടെ 5 2 അല്ല കട്ടായി പോകുന്നത്, 25 കട്ടായി പോയാൽ അവിടെ 5 മാത്രം ഉണ്ടായിരിക്കും. നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഇനി നമ്മൾ എന്താ ചെയ്യുക? LHS ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ ഒരു സംഭവം ഡിവൈഡഡ് ബൈ 5 ആയിരിക്കും. സോ ഞാൻ കാര്യം ചെയ്യാം, ഇവിടെ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ B കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ താഴെ മൊത്തം ABC ആയിരിക്കും. സോ A പ്ലസ് B പ്ലസ് C ആകും മുകളിൽ. ഡിവൈഡഡ് ബൈ ABC ഡിവൈഡഡ് ബൈ 5 ആയിരിക്കും. ഇത് വലിയ ഡിവൈഡ് ബൈ ആണ്. സോ ഇതെന്തായിരിക്കും? A പ്ലസ് B പ്ലസ് C എന്ന് വെച്ചാൽ 1 ആണ് നമുക്കറിയാം. സോ 1 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 ആണെന്ന്. 1 ഡിവൈഡഡ് ബൈ ABC ഡിവൈഡ് ബൈ 5 എന്ന് വെച്ചാൽ അത് 5 ABC ആയി. സോ ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. LHS വിൽ ബി ലെസ് ദാൻ ദിസ് വാല്യൂ. ഓക്കെ, ഈ ഒരു വാല്യൂക്ക് ഈക്വൽ ആണ് ഈ വാല്യൂ. സോ ബേസിക്കലി നമുക്ക് പറയാൻ പറ്റും LHS ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 by 5 ABC. സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് ഫസ്റ്റ് കത്തേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇങ്ങനെ എഴുതാൻ കത്തണം. ഈ ഒരു സംഭവത്തിനെ ഇൻറ്റു 1 ചെയ്തിട്ട് ഇങ്ങനെ എഴുതാൻ തോന്നണം. എന്നിട്ട് നമ്മുടെ AM ഗ്രേറ്റർ GM എന്നുള്ള ഇനീക്വാളിറ്റി യൂസ് ചെയ്തു, ഇവിടെ ഈ ഒരു ഇനീക്വാളിറ്റി യൂസ് ചെയ്തു. ഈ ഒരു 3 ഇൻഫർമേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. അത് രണ്ടെണ്ണം ഇൻഫർമേഷൻസ് ആണ്, ഒരെണ്ണം ടെക്നിക്കാണ്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനിൽ വീണ്ടും